അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദൂദ്നാന ദർഗാ ഷരീഫ് കർണാടക മഹാരാഷ്ട്രയുടെ അതിർത്തിയിൽ ഗദഗ് ജില്ലയിലെ ലക്ഷ്മേശ്വര പട്ടണത്തിലാണ് ദൂദ്നാന ദർഗാ ഷരീഫ് ഉള്ളത്. ഈ കാണുന്നത് നമ്മുടെ നാടിൻ്റെ പ്രമുഖരായ നേതാക്കന്മാരൊക്കെ മഹാനായ ദൂദ്നാന ദർഗാ ഷരീഫ് ഇറാഖിൽ നിന്ന് ഈ കാണുന്നത് മഹാനവരുകൾ സഞ്ചരിച്ച വഴിയാണ്. ജമാഅത്തിൽപ്പെട്ട പലരും ബസ്സിൽ യാത്ര വളരെ സന്തോഷത്തിൽ ബൈത്തുകളും ചൊല്ലി നാട്ടിൻ്റെ ഒരുപാട് കച്ചവടം ബിസിനസ്സൊക്കെ നടത്തുന്നവർ അവരുടെ സമയമൊക്കെ നീക്കിവെച്ചുകൊണ്ട് മഹാന്മാരായ ഔലിയാക്കളെ സ്നേഹിക്കൽ, നമുക്ക് നാളെ രക്ഷപ്പെടാൻ അതേ ഒരു വഴിയുള്ളൂ, ബിസിനസ്സിനേക്കാൾ പ്രാധാന്യം ഇത് നൽകിക്കൊണ്ടു ഈ കാണിക്കുന്നത് അവിടുത്തെ നേർന്ന എന്തും കാര്യം മഹാനവരുടെ ദർഗാ ഷരീഫിൻ്റെ ഒരു കാഴ്ചയാണ്. നാട്ടിലെ പ്രമുഖരായ നേതാക്കന്മാരൊക്കെ ഇന്ന് ലക്ഷ്മേശ്വരയിൽ പുറപ്പെട്ടിരിക്കുന്നു. ഇറാഖിലെ ബഗ്ദാദിൽ നിന്ന് ദീനീ പ്രബോധനത്തിന് വേണ്ടി മഹാനായ ഹസ്രത്ത് സയ്യിദ് സുലൈമാൻ ബാദ്ഷാ ഖാദ്രി മഹാനവരുകൾ ദീനീ പ്രബോധനത്തിന് വന്ന് പരിശുദ്ധമായ ദീനിൻ്റെ പ്രബോധനം നടത്തി ഒരുപാട് കറാമത്തുകളെ കൊണ്ട് ധന്യമായ ഇവിടെ ഉള്ള ഇവിടെ ദൂദ്നാന ദർഗാ ഷരീഫ് എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം ഇവിടെ മഹാനവറുകൾക്ക് പാള് നേർച്ച നേറുമായിരുന്നു. ആ ഒരു കാരണം കൊണ്ടാണ് ആ പേരിൽ അറിയപ്പെടുന്നത്. വളരെ സന്തോഷകരമായ യാത്രയാണ്. നാട്ടുകാരൊക്കെ വളരെ റാഹത്തോടു കൂടി ഒരുപാട് മുറാദുകളൊക്കെ മഹാനവരുടെ ചാരത്ത് പോയി പറയണം, ദിക്റുകൾ ചൊല്ലി ബൈത്തുകൾ പാടി ആ സ്നേഹം ബന്ധം പുതുക്കാനും. കാരണം ഒരുപാട് തിരക്കുകൾക്കിടയിൽ പോലും ഇങ്ങനൊരു യാത്ര, മഹാന്മാരെ സ്നേഹിച്ചുകൊണ്ടുള്ള യാത്ര, മഹാന്മാരെ സ്നേഹിക്കാൻ കിട്ടുന്ന ഒരു തൗഫീക്ക്, അത് വലിയൊരു തൗഫീക്ക് തന്നെയാണ്. അതിനുവേണ്ടി സമയം ചെലവഴിക്കലും അതുപോലെ ഒരുപാട് ആളുകൾ, യുവാക്കൾ, പ്രായമുള്ളവർ എല്ലാവരും ഒരു ദിവസം പള്ളിയുടെ നാട്ടിൻ്റെ കമ്മിറ്റി ഭാരവാഹികളൊക്കെ ഇറങ്ങി നാട്ടിൻ്റെ ഉസ്താദന്മാരൊക്കെ പുറപ്പെട്ട് അൽഹംദുലില്ലാഹ് അവരുടെ യാത്ര അല്ലാഹു സന്തോഷത്തിനും റാഹത്തിനും അല്ലാഹു ആക്കട്ടെ. മഹാനവറുകളുടെ കറാമത്തുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കറാമത്തുകൾ പറയേണ്ടതുണ്ട്. മഹാനവറുകൾ ഈ കാണുന്നത് അവിടുത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ പരിഹാരത്തിന് വേണ്ടി നേർന്ന ഒരുപാട് വസ്തുക്കളാണ്. ഹിന്ദു മുസ്ലിം ഒരു ജാതിഭേദമന്യേ എല്ലാവരും ഇവിടെ വരും, സിയാറത്ത് ചെയ്യും. അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരുപാട് പരിഹാരം കിട്ടിയതായി പറയുന്നുണ്ട്. കുഷ്ഠം രോഗം കൊണ്ട് പ്രയാസപ്പെട്ടവർ, കുഷ്ഠരോഗം കൊണ്ട് പ്രയാസപ്പെട്ട് മഴയില്ലാതെ പ്രയാസപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ മഹാനവരുടെ ചാരത്ത് പോവുകയും അതിനുവേണ്ടി നൂറാക്കണക്കിന് ആളുകൾ അവിടെ പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനകാരമായി ധാരാളം മഴ വർഷിക്കുകയും കുഷ്ഠരോഗവും അതുപോലെ മഴയില്ലാത്തവർക്ക് ധാരാളം മഴ വർഷിക്കുകയും അതുപോലെ പൈശാചികമായ പ്രയാസങ്ങളെ കൊണ്ട് സിഹിർ, മറ്റു കണ്ണീർ, ഇത്തരത്തിലുള്ള പ്രയാസങ്ങളെ കൊണ്ട് അനുഭവിക്കുന്നവർ, പ്രയാസപ്പെടുന്നവരൊക്കെ മഹാനവരുടെ ചാരത്ത് വരും, ദുആ ചെയ്യും. ഇവിടെ കാണുന്ന ഈ ദർഗയുടെ അടുക്കൽ കാണുന്ന ഈ നേർച്ച വസ്തുക്കൾ, അദ്ദേഹം സഞ്ചരിച്ച വഴികൾ, അൽഹംദുലില്ലാഹ് ഈ ഒരു യാത്ര വളരെ സന്തോഷകരമായ, വളരെ സന്തോഷത്തോടു കൂടി മനോഹരമായ ബൈത്തിൻ്റെയും ദിക്റുകളുടെയും അൽഹംദുലില്ലാഹ് അവിടെ യാത്ര ചെയ്ത് വളരെ സന്തോഷത്തോടു കൂടി വരാനും അല്ലാഹു ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും എല്ലാവർക്കും നൽകട്ടെ. ഈ കാണുന്ന തൊട്ടിൽ, കാരണം മക്കളില്ലാത്തവർ തൊട്ടിൽ നേർച്ച നേരും, അവർക്ക് മക്കളുണ്ടാവുകയും
കല്യാണം കഴിക്കുക പ്രായമെത്തിയവർക്ക് കുഫുവത്ത് ഇണയെ കിട്ടാനും വേണ്ടി ഇവിടെ വരും, പ്രാർത്ഥിക്കും, അവരുടെ മുറാദ് ഹാസിലാവുകയും ചെയ്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. ഔലിയാക്കളെല്ലാം സിയാറത്ത് ചെയ്യുന്നതും അവരുടെ ചാരത്ത് പോയി, ഔലിയാക്കളെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാൻ അവർ തയ്യാറാണ്. അവർക്കുള്ള സമ്പത്തോ അവരുടെ സമയമോ ഒന്നും അവരുടെ മുമ്പിൽ ഒന്നും പ്രശ്നമല്ല. ഔലിയാക്കളെ സ്നേഹിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുന്നത് അത് വലിയൊരു തൗഫീക്കാണ്. മഹാനവരുടെ കൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നമ്മേവർക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ദൂദ്നാന ദർഗ ഷെരീഫ് ലക്ഷ്മേശ്വര പട്ടണത്തിൽ അറിയപ്പെടുന്ന ഒരു ദർഗയാണ്. മഹാരാഷ്ട്രയുടെ അതിർത്തിയിൽ, കർണാടകയുടെ അതിർത്തിയായ മഹാരാഷ്ട്രയുടെ അതിർത്തിയിൽ ഈ ഒരു ദർഗ ഷെരീഫ് പോയി കാണേണ്ടതാണ്. അവിടുത്തെ കാഴ്ച അൽഹംദുലില്ലാഹ്. അള്ളാഹു ഒരുപാട് വിഷമങ്ങളുള്ളവരുണ്ട്, പ്രയാസമുള്ളവരുണ്ട്, രോഗമുള്ളവരുണ്ട്, ശാരീരികമായ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അതൊന്നും കണക്കിലെടുക്കാതെ കണ്ട് ഈ ദർഗയിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് ഇവർക്ക്. അൽഹംദുലില്ലാഹ്. ഈ കൂട്ടത്തിൽ ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ, മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ എല്ലാവർക്കും അള്ളാഹു ശിഫയും ആരോഗ്യം നൽകട്ടെ. അവരുടെ കച്ചവട ബിസിനസ്സുകളിലൊക്കെ വലിയ ബർക്കത്തും റാഹത്തും അള്ളാഹു നൽകട്ടെ. അവരുടെ മുറാദുകളൊക്കെ അള്ളാഹു ഹാസിലാക്കട്ടെ. മഹാന്മാരുടെ ചാരത്തേക്ക് പോകാൻ ഒരവസരം നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കത് പോകണം. ഇങ്ങനെ ഒന്നിച്ച് നാട്ടിൻ്റെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടി വളരെ സന്തോഷത്തോടു കൂടി വളരെ സൗഹാർദ്ദമായി ഒന്നിങ്ങനെ യാത്ര ചെയ്യാൻ കിട്ടുന്ന ഒരു അനുഭവം, അത് ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു അനുഭവമാണ്. ഇത്തരത്തിലുള്ള സിയാറത്തുകളൊക്കെ നമ്മുടെ നാടുകളൊക്കെ സംഘടിപ്പിക്കുക, ഇതൊരു മാതൃകയാണ്. ഇവിടെ കാണുന്ന ഈ തൊട്ടിലുകളൊക്കെ ഇവിടെ നേർച്ച തന്ന വസ്തുക്കളാണ്. പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ പ്രയാസം കൊണ്ട് ഒക്കെ ഉണ്ട്. അവർക്ക് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവർ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാം അള്ളാഹു മഹാനായ ദൂദ്നാന ദർഗാ ഷെരീഫ്, മഹാനായ ഹസ്രത്ത് സയ്യിദ് സുലൈമാൻ ബാദ്ഷാ ഖാദിരി തങ്ങളുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് എല്ലാവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു പരിഹാരം നൽകട്ടെ. ആഫിയത്തോടുകൂള്ള ദീർഘായുസ്സും മരണം വരെ ഒരു പ്രയാസമില്ലാത്ത നല്ലൊരു ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ പ്രത്യേകിച്ച് ആശുപത്രിയിൽ കഴിയുന്ന മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ട്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഇത്രയും പെട്ടെന്ന് പരിപൂർണമായി ശിഫയായി വീട്ടിലേക്ക് മടങ്ങാനും കുടുംബത്തോടു കൂടി സന്തോഷത്തിൽ കഴിയാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതോടൊപ്പം ഒരുപാട് ആളുകൾ എവിടെ പോയാലും ഏത് ദുആയിലും മറക്കരുതെന്ന് വസിയത്ത് ചെയ്തവരുണ്ട്. അവരുടെയും മുറാദ് അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് സാധിക്കുന്നവരൊക്കെ ഒന്ന് മഹാനവരുടെ ചാരത്ത് പോവുകയും സിയാറത്ത് ചെയ്യുകയും ചെയ്യണം. അത് വലിയ പുണ്യമുള്ള കർമ്മമാണ്. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.